ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ സാധാരണ വിരൽ കൃഷി എടുക്കൽ, വിളവെടുപ്പ് അല്ലെങ്കിൽ പൂക്കളെ കാണിക്കലൊക്കെയാണല്ലോ. എന്നാൽ ഇന്ന് വെറൈറ്റിയാണ്. എന്നാൽ അതൊന്നുമല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ദിവസേന കൃഷി എടുത്താൽ മാത്രം പോരല്ലോ, ആ കൃഷിയെ നമ്മൾ പരിപാലിക്കണം. നമ്മൾ കൃഷിയെടുത്ത് പോയി കിടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ആ കൃഷിക്ക് വേണ്ട വളരാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇന്ന് എൻ്റെ തക്കാളി ചെടി കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ അതിന് കുത്തു കൊടുക്കണം, അതിന് ആ സ്ഥാനത്ത് നിന്നൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെ കുറേ പണികളന്ന്. പൂക്കളെ കുറച്ച് മാറ്റണം, ഇലച്ചെടിയെ മാറ്റി വെക്കണം, ഒക്കെ ഒന്ന് റീ അറേഞ്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്നാൽ വരി നമുക്ക് കാണാലോ. ഇന്നിപ്പം ഞായറാഴ്ച, മഴയൊന്നും കാണുന്നില്ല, ഇപ്പം വെയില. ഞാൻ വിചാരിച്ചു മുറ്റൊക്കെ ഒന്ന് റീ അറേഞ്ച്മെൻറ്റ്, എൻ്റെ ചെടികളൊക്കെ മാറ്റുക, കപ്പൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടുക, അങ്ങനെ കുറേ പണികളുണ്ട് ഇന്ന്. ഈ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുക, അങ്ങനത്തെ പണികളെ. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് കുറച്ചൊക്കെ ഉണക്കാൻ വെച്ചതാ. ഇവിടെയൊക്കെ സ്റ്റെപ്പുമെന്നൊക്കെ ഇതൊക്കെ ഒന്ന് മാറ്റുക, എല്ലാം ഒന്ന് ക്ലീൻ ആക്കട്ടെ. എൻ്റെ പച്ചക്കറി എല്ലാം ഇവിടുന്ന് മാറ്റി പുറത്തേക്ക് വെക്കട്ടെ. അങ്ങനെയൊക്കെയുള്ള പണിയായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് സഹായിക്കാൻ ഒരാളുണ്ട്, അതുകൊണ്ട് ആൾ ക്യാമറൻ്റെ മുമ്പ് നിൽക്കൂല. അതൊക്കെ ഒന്ന് മാറ്റുക. കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ ആകുന്നത്, മുൻഭാഗമാണല്ലോ. കാബേജ് ഇവിടുന്ന് അങ്ങ് മാറ്റുക. മുറ്റം ക്ലീനിങ്ങാ. കാബേജ് കവറിലായതുകൊണ്ട് ഒക്കെ ഒന്ന് പുറത്തേക്ക് വെക്കുക. പുറത്ത് പോയ മുറ്റം കുറേ ഒഴിവ് കിട്ടും. കാബേജിൻ്റെ തൈ ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ മെലസ്റ്റോമ ഞാൻ തൈക്കിട്ടതായിരുന്നു. ആ മെലസ്റ്റോമ കണ്ടില്ല, അവിടെ ഒക്കെ തയ്യായി ഇങ്ങനെ ആളായി വരുന്നുണ്ട്. ഇനിയിപ്പം മഴ, ഇപ്പം അടഞ്ഞ മഴ ഉണ്ടാവൂരാൻ തോന്നുക. അപ്പം ഞാൻ ഈ ഇനി വെയിൽ കൊള്ളിക്കാൻ പറ്റൂല, കുറച്ചും കൂടി ആളാവണം, എന്നാലേ ഇത് വെയിൽ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതും എടുത്തിട്ട് തണലത്ത് വെക്കുക, എൻ്റെ ICUവിൽ വെക്കുക. ഇത് ഞാൻ കപ്പ നട്ടത് എൻ്റെ മുറ്റത്ത് സൈഡിൽ ചാക്കില. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിളവെടുപ്പൊക്കെ നിങ്ങൾ എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ഏലി പെരിച്ചായി എനിക്ക് കിട്ടുന്ന ഒരു കിഴങ്ങ് പോലും വെക്കാത്ത കൂടൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കപ്പ പറിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അധ്വാനിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പം ഞാൻ ചാക്കിലൊന്ന് നട്ടു വെക്കട്ടെ എന്ന് വിചാരിച്ച് ചാക്ക് മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു. ഇതാണെങ്കിൽ കാട് പിടിച്ച് നമുക്ക് ഒരു കൊമ്പ് കപ്പ നട്ട് കഴിഞ്ഞാൽ 2 കൊമ്പാടെ വെക്കാം, ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളയാന്ന് വിചാരിച്ചു. ഞാൻ കനം കുറഞ്ഞതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞാൽ ഇത് നല്ല ഇനം. ഇത് ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താ അറിയോ, ഇത് കപ്പയല്ല എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇല കണ്ടിട്ട് ഇതിന് പ്രത്യേക തരം ഇലയാട്ടോ. ഇതിൻ്റെ നോക്കിയതൊരു പ്രത്യേക തരം എനിക്കൊരാൾ തന്നേന്. ഇതൊക്കെ ഞാൻ വെട്ടി മാറ്റിയ 2 കമ്പ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇത് മുറ്റൊക്കെ ഒന്ന് വെളിച്ചം വെപ്പിക്കട്ടെ. കൂടി കാട് പിടിച്ചിട്ട് ചെടി ഭ്രാന്തുകൊണ്ട് ഞാൻ ഈ കയറ് വാങ്ങിയത് ഒരു നൂല് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ. എന്തിനാണെന്നറിയോ, ഈ കപ്പക്കൊമ്പൊക്കെ വളഞ്ഞ് ഇങ്ങോട്ടേക്ക് വീണെല്ലാം പിടിച്ചിട്ട് എൻ്റെ ഞാനിങ്ങനെ ഇതുണ്ടോ എൻ്റെ മതിൽമേൽ വെച്ച ആ ഡെക്കറേഷൻ അതിനുമേലേക്ക് പിടിച്ചാൽ കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചു. ഇത് അങ്ങോട്ട് വീഴൂരല്ലോ, അതിനു വേണ്ടി വാങ്ങിയതാണ്. ഇനിയിപ്പോൾ അതും കൂടി ചെയ്യട്ടെ. കുറേ വെട്ടി ഒക്കെ ഒന്ന് വെളിച്ചാക്കാൻ വേണ്ടിയിട്ട്. പാമ്പ് വന്ന് കൂടും. ഇവിടെയാണ് തക്കാളിൻ്റെ വെക്കാൻ വിചാരിച്ച്. ഇവിടുത്തെ ഒരു കഥയായി മുറ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ കല്ല് പതിപ്പിച്ചപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് പുല്ല് എനിക്ക് സഹിക്കാനാവില്ല. ആ സമയത്ത് ഞാൻ എന്താക്കി, ഒറിജിനൽ പുല്ലങ്ങ് പിടിപ്പിച്ച്. അതിൻ്റെയൊക്കെ പൈസ എത്രയാ, പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലിൻ്റെ എത്ര ഇരട്ടിയാ. എന്നാലും വേണ്ടി ഭംഗി കൂടും, നല്ലതാണെന്ന് വിചാരിച്ച് വെച്ചു. 2 കൊല്ലം ഞാൻ പൊന്നു പോലെ നോക്കി. പിന്നെ ഞാനങ്ങ് തളർന്നു. ഇത് കുനിഞ്ഞിങ്ങനെ ആ ഒറിജിനൽ പുല്ലിൻ്റെ വെച്ചാലുണ്ടല്ലോ, ദിവസം പുല്ല് ഇറക്കണം. അത് ഞാൻ തളർന്നു കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചത് മുന്നോട്ട് പോകൂല, എന്നോട് കഴിയില്ല എന്നുള്ളത്. ആ മൊത്തം അങ്ങ് പറിച്ചു മാറ്റി. എന്നിട്ട് പൊയിച്ചിട്ട് വെച്ച് ആ മോൻ പറഞ്ഞു, ഇനി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വെക്കാം. ഇനി അവസാനം ഞാൻ തോറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ വെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഒഴിവിൽ ഞാൻ പിന്നെ എൻ്റെ തക്കാളി തൈ, ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ ആ തക്കാളി തൈ ആ ഒഴിവിലുണ്ടല്ലോ, പുല്ല് വെക്കാനുള്ള ഒഴിവ്, ഇതൊക്കെ നല്ല ഒറിജിനൽ കല്ല് വെച്ച സ്ഥലമാണ്. ആ ഒഴിവിൽ ഞാൻ ഇങ്ങനെ ചീമക്കൊന്നൻ്റെ കമ്പ് നട്ടു കൊടുക്കുക, തക്കാളി തൈ കയറിപ്പോയാൻ വേണ്ടിയിട്ട്. തക്കാളി തൈക്ക്
തക്കാളി വള്ളി അല്ലെങ്കിലും വള്ളീൻ്റെ സ്വഭാവം കാണിക്കുക. തക്കാളിൻ്റെ ആ ചെടി ഇങ്ങനെ പൊങ്ങി നീളത്ത് പോവും. അപ്പം കെട്ടിക്കൊട്ടാൽ നന്നായി തക്കാളി ഉണ്ടാവും. നിലം തൊടരുത്. നിലം തൊട്ടാൽ തക്കാളി ഉണ്ടാകുന്ന ചീഞ്ഞു. ഇത് നല്ല മഞ്ഞപ്പൂ ഉണ്ടാകുന്നതാ. നല്ല മഞ്ഞപ്പൂ സ്ഥലമുള്ളവർക്ക് ഇത് കൊണ്ടുപോയാലുണ്ടല്ലോ, അങ്ങനെ ലൈനായിട്ട് വെച്ച് കൊടുത്താൽ മഞ്ഞപ്പൂ നല്ല, അതിനൊരു സീസൺ ഇല്ല, ഏത് സമയത്തും പൂവിടും. ആ മഞ്ഞപ്പൂവിൻ്റെ കമ്പ ഞാൻ വെട്ടിങ്ങോട്ട് ഇട്ടത് ആർക്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കും. ഓരോന്ന് പിന്നെ വരട്ട് വെക്കട്ടെ. ഇങ്ങനെ അങ്ങ് കെട്ടിക്കൊടുക്കാം, ഇങ്ങനെ കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ. എൻ്റെ തക്കാളി തൈയൊക്കെ നല്ല ആരോഗ്യത്തിലുണ്ടാകുന്നുണ്ട്. ഞാൻ കരിയിലാണല്ലോ ഇടല്. എൻ്റെ കരിയില പച്ചക്കറി വേസ്റ്റൊക്കെ ആണല്ലോ, അതിൻ്റെ ഗുണം ഇതിൻ്റെ തക്കാളി തൈക്ക് ഉണ്ട്. നല്ല ഉഷാറുണ്ടായി, കരുത്തിലുണ്ടായി. അതുപോലെ ചാക്ക് ഉഷാറില്ല. ചാക്ക് പഴയതായിട്ട് അന്നൊക്കെ എനിക്ക് പഴയതേ കിട്ടിയുള്ളൂ. ഇപ്പം വേണമെങ്കിൽ കുറച്ച് മാറ്റാനാവൂല. ഇങ്ങനെ കെട്ടിക്കൊടുക്കണം, ഇതിങ്ങനെ കെട്ടിക്കൊടുക്കണം. എത്ര പണിയെടുത്താലും ശരി, ഞാൻ പണിയെടുക്കുമ്പോൾ കിതക്കും, ഭയങ്കര കിതപ്പാ. എന്താ അറിയില്ല. ഇത് വലിയൊരു ചാക്കിലേക്ക് ആക്കണം. അപ്പം തൽക്കാലം ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയും ഉണ്ട് കൊണ്ടുവരാൻ. പുതിയ ചാക്കായതുകൊണ്ട് വലിച്ചെടുത്ത് അങ്ങനെ കീറൂല. ഒരു ഗുണമുണ്ട്, ഒരു കൊല്ലൊക്കെ കീറാണ്ടൊക്കും, പൊട്ടാണ്ട് അങ്ങ് നിൽക്കൂ. ഇവിടൊക്കെ വെയിലാട്ടോ. ഇവിടെ ഇങ്ങനെ വെയിൽ വരൂ. നമ്മൾ ഇതുവരെ വെയിലില്ലേറ്റ് പറഞ്ഞു, വെയിലില്ലോ. ഇന്ന് വെയിലായി വെക്കുമ്പോൾ എനിക്ക് തീരെ വെയിലുള്ളാനാകുന്നില്ല. അന്നേരം തോന്നുന്നു ആ മഴയില്ല, ആ അവസ്ഥ നന്നായി, വെയിലില്ലാത്ത അവസ്ഥ. അങ്ങനെ ഞാൻ എൻ്റെ അഞ്ചല്ല, എന്താ 1 2 3 4 5 ഒന്നും കൂടി ഉണ്ട് 6. ഇനി ഇങ്ങനെ കയറ് കെട്ടിക്കൊടുക്കും. എന്നിട്ട് ഈ തക്കാളി തൈ ഞാൻ പറയും, തക്കാളി ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മരവുമല്ല വള്ളിയുമല്ല, വേറൊരവസ്ഥ എന്താ അറിയില്ല. അതിന് വള്ളിൻ്റെ സ്വഭാവം കാണിക്കും. കാരണം നീണ്ട അങ്ങനെ പോവും, ഒന്ന് ഒടിഞ്ഞാൽ പോയി. പിന്നെ തക്കാളി നിലത്ത് വീണുണ്ടായിച്ചാൽ വള്ളി നിലത്തൂടെ പോയിട്ടുണ്ടാകുകയാണെങ്കിൽ മണ്ണ് തട്ടാൻ പറ്റൂല. അപ്പോൾ ഈ തക്കാളി ചെയ്യും. ഇപ്പം നമ്മൾ തക്കാളി നട്ടുകൊടുത്തിട്ട് കാര്യമല്ല, അതിൻ്റെ പുറകിൽ നടക്കണോ. അങ്ങനെ രാവിലെ നടക്കണം, വൈകുന്നേരം നനക്കുമ്പോൾ നോക്കണം എന്തെങ്കിലും ജീവികളുണ്ടോ നോക്കണം, നനക്കാനായോ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയോ ഒക്കെ നമ്മൾ നോക്കണം. നമ്മളിങ്ങനെ ഓരോരുത്തരുണ്ട് കൊട്ടക്കണക്കിന് വിളവെടുപ്പ് കാണുമ്പോൾ നമുക്കെന്നെ കൊതിയാവും. ഇവർക്ക് എങ്ങനെ ഇത്രയധികം തക്കാളിയൊക്കെ പറിക്കാനായി നമ്മൾ വിചാരിക്കും. അവരെ പിന്നിൽ ഇത്രയും റിസ്ക് ഉണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം കൊണ്ട്, നമ്മൾ സന്തോഷം കൊണ്ട് വേഗം പോയി തക്കാളി തൈ അങ്ങ് വാങ്ങി നട്ടിട്ട് പോയി കിടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ പുറകിലുള്ള അധ്വാനങ്ങൾ ഭയങ്കര. ഇന്നിപ്പോൾ ഞായറാഴ്ച, ഇന്നിപ്പോൾ ഫുള്ള് എനിക്ക് മുറ്റം നന്നാക്കലും ക്ലീനിങ്ങും ചെടികൾക്കൊക്കെ താങ്ങ് കൊടുക്കലും അങ്ങനത്തെ പണികളാണ്. അപ്പം ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചതാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാലോ. ഓരോന്ന് കണ്ടാൽ നമുക്ക് ഒരു പ്രചോദനം, നമുക്ക് എടുക്കണം തോന്നും. എനിക്കങ്ങനെ, ഞാൻ വേറെ സ്ഥലത്ത് കണ്ട അങ്ങനെ ഉണ്ട്, അപ്പം എനിക്കും അങ്ങനെ ചെയ്യണം, അങ്ങനെ എനിക്ക് തോന്നും. അതുപോലെ തോന്നുന്നവരുണ്ടെങ്കിൽ എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങട്ടെ. അങ്ങനെ കേരളം മുഴുവനും കൃഷിക്കാരികളാവട്ടെ. എൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഞാനൊന്ന് കെട്ടിക്കൊടുക്കട്ടെ, കെട്ടിക്കൊടുത്താലേ ഇത് നിൽക്കുള്ളൂ. ഒന്ന് മാത്രമേ കെട്ടാനായുള്ളൂ, ബാക്കിയുള്ള ആയി വരുന്നേ ഉള്ളൂ. ആയത് ഞാൻ കെട്ടിയാട്ടെ. ഇത് എല്ലാം നമ്മളടുത്ത് വേണം, കെട്ടാനുള്ള കയറ് ഒക്കെ പൈസ കൊടുത്ത് വാങ്ങിയതാ. അങ്ങനെ അമർത്തിയായിട്ട് ശ്വാസം മുട്ടിച്ചൊന്നും വേണ്ട വണ്ടീനെ. നമ്മൾ മെല്ലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അങ്ങ് കെട്ടിയാൽ ഇനിയൊരു കരുത്തായി, ഇനി ഇങ്ങനെ അങ്ങ് പോകൂല. അങ്ങനെ ഗുണമുണ്ട്. പിന്നെ തക്കാളി നാളെ മറ്റന്നാളോ കെട്ടാനാവും. അവിടെ ഉണ്ട്. നോക്ക് എങ്ങനെയുണ്ട് എൻ്റെ തക്കാളി വെച്ചതാ അഭിപ്രായം പറയണേ. എൻ്റെ മുറ്റത്തിൻ്റെ സൈഡാ. ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ആദ്യം കാണുമ്പോൾ ഇത് മൊത്തം കാടേനും. കാട് എന്ന് പറഞ്ഞാൽ ഞാൻ നട്ടുണ്ടാക്കിയ കാടുകൾ. അപ്പോൾ അത് മുറ്റം സൈഡാണ്. നമ്മൾക്കിങ്ങനെ മുറ്റം ഇങ്ങനെ നിറച്ച് കാടാക്കാൻ പറ്റൂലല്ലോ. ഇത് മനുഷ്യന്മാരൊക്കെ കയറി വരുമ്പോൾ എന്താ വിചാരിക്കുക, ഇവിടെ ഒരു ചെടുമ്പരാൻ്റെ തിണ്ടെന്ന് പിന്നെ ഇതൊക്കെ കണ്ടാൽ തന്നെ തിരിയൂ.
അപ്പോൾ അതാ എങ്ങനെയുണ്ട് കപ്പ അതാ കെട്ടി അങ്ങോട്ടേക്ക് അങ്ങാക്കി കെട്ടി അമർത്തി കൊടുത്ത് പേടിണ്ടാവും ഇത് പോവോ എന്നുള്ളതിൽ ഒന്നും അവരെ അങ്ങനെ കെട്ടി കൊടുക്കുന്ന തക്കാളി ഇതല്ല ഇല്ല വെച്ച് കൊടുത്ത് നല്ല വെയിലത്ത് തക്കാളിയും ഇതാക്കി എൻ്റെ ഇതെന്താണെന്നറിയോ ഇത് ഞാൻ കപ്പ തൈക്കിട്ട് തന്നെ കമ്പ് പൊട്ടിച്ചിട്ട് നട്ടതാ ഇത് എനിക്ക് ചാക്കിൽ നടണം അന്ന് നട്ട അതേ എഫക്റ്റ് ഇത് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും ചാക്കിൽ വെച്ചാൽ ഉണ്ടാവും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാ എല്ലാം കൂടി ഒന്നും എനിക്ക് എടുക്കാൻ കഴിയൂല ഞാനിപ്പോൾ ചെറിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ എടുക്കുമ്പോഴൊന്നും അല്ലല്ലോ അതൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി ഇനി ഒരു അടിച്ചുവാരൽ പ്രവർത്തനം പ്രക്രിയ അടിച്ചുവാരൽ ആ ഒരു പണി ഉണ്ട് അതിൻ്റെ ഉള്ളത്തെ മുഴുവനും ഞാൻ ഈ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നടന്നു പോകുന്ന ഗേറ്റാണ് അതാണ് വണ്ടി പോകുന്ന ഗേറ്റ് അതുകൊണ്ട് ഈ ഗേറ്റിൻ്റെ നടക്കാനുള്ളൊരു ഒഴിവ് കൊടുത്താൽ മതിയല്ലോ ഇതാ ഇതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വെച്ച് ഇതാ ഇവിടെ നല്ല വെയിലാ എൻ്റെ കാബേജ് ഉണ്ടോ കാബേജ് വെച്ച് കൊടുത്ത് ചീരച്ചേമ്പൊക്കെ ഞാൻ വേറെ പറമ്പിലേക്ക് മാറ്റൂ അത് തൽക്കാലം അവിടെ വെച്ചതാ ഇതൊക്കെ എന്താ ഇപ്പം ചെയ്യണമെന്ന് അതൊക്കെ തൂർന്നെടുക്കുന്ന കാട് പോലെ ആക്കി എടുക്കുന്നു ഇതൊക്കെ എൻ്റെ മുറ്റത്തിൻ്റെ ഇത് റോഡ് സൈഡാണ് ഒക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ട് മാറ്റിയത് അങ്ങനെ മുറ്റം കൊഴിച്ചു അഭിപ്രായം പറയണേ ഞാൻ ചെയ്ത പ്രവൃത്തി നല്ലതാണോ അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടായിരുന്നു അല്ലെങ്കിൽ പുറത്ത് വെക്കരുതായിരുന്നോ ഒക്കെ നിങ്ങൾ പറയണേ ഓരോരുത്തരുടെ അഭിപ്രായം ഞാൻ സ്വീകരിക്കും ഞാൻ ഇതുപോലെ ചെയ്യും ഫുള്ള് നന്നാക്കിയില്ലെങ്കിൽ കുറേയൊക്കെ നന്നാക്കി കുറേ മെച്ചം കിട്ടി ഇനി ഇതൊക്കെ ഒന്ന് അടിച്ച് വാരി റെഡിയാക്കട്ടെ അന്നവത്തിലേക്ക് വെയിലും പോയിട്ട് മഴേൻ്റെ ഒരുക്കായിപ്പോയി വേഗം അടിച്ചു വാരുക മഴ ചാറുന്നുണ്ട് അങ്ങനെ അവസാനത്തെ ലുക്കായത് എല്ലാം അടിച്ച് വാരി പൂക്കളെ കുറേയൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് ഇതാ ഈ ഭാഗത്തുള്ളതെല്ലാം പൂക്കി കളഞ്ഞു ഒക്കെ പുറത്തേക്ക് അങ്ങ് കൊണ്ടുവച്ച് ഇവിടെയൊക്കെ കുറേ കൊണ്ടുപോയി വെച്ചതാ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എന്താ എങ്ങനെ ആൾക്കാർ കണ്ട അയ്യേന്ന് പറയുന്നത് ഒരു വഴി കിട്ടീന് കുറേയൊക്കെ വൃത്തിയാക്കി ഇപ്പോഴത്തേക്ക് തളർന്നു പോയിട്ടോ അടിച്ച് വാരി കൊണ്ടിരിക്കുമ്പോൾ ഓടിപ്പോയിന് മഴ പെയ്തിട്ട് പണിയെടുക്കുമ്പോൾ മഴയില്ല നല്ല വെയിൽ കുറച്ച് കൊണ്ടും ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് മഴ പെയ്തു അവിടെയൊക്കെ ക്ലീനാക്കി ഈ മൂലയായിരുന്നു കാട് പോലെ ആയത് അതും നല്ല ക്ലീനാക്കി മാറ്റി ഇതാ എൻ്റെ തക്കാളിക്ക് കുത്തൊക്കെ കൊടുത്ത് തക്കാളി ഇവിടെ കൊണ്ടുവച്ച് കണ്ടില്ലേ തക്കാളി അപ്പുറമുള്ള ചതുരപ്പയറുണ്ട് നിത്യവഴുതനുണ്ട് ഇവിടെ ഉള്ളത് മുഴുവനും പൊന്നാങ്കണ്ണിയാണ് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ അങ്ങ് തൂക്കി ഉണ്ടാക്കിയാൽ അങ്ങനെ ഞാൻ വിചാരിച്ച ഏറെക്കുറെയൊക്കെ ആയിട്ടുണ്ട് ഇതവിടൊക്കെ നന്നാക്കി ഇനി ഒന്ന് തേച്ച് കഴുകാണ്ട് ഇവിടെ ആദ്യം ഇവിടെ ചെടിയെല്ലാം വെച്ച് അടയാളങ്ങളൊക്കെ തേച്ചുകളൊക്കെ പിന്നെ എല്ലാം കൂടെ ഒന്നും എടുക്കാനാവൂല ഇത് പണിക്കാരെ വെച്ച് എടുപ്പിക്കാനല്ല നമുക്ക് അടുക്കള പണിയും അതിൻ്റെ പുറമെയാണല്ലോ ഇതൊക്കെ എടുക്കുന്നത് ഫൈനൽ ലുക്ക് നിങ്ങളൊന്ന് കാണിച്ചു തന്നതാ എങ്ങനെയുണ്ടെന്ന് പറയണേ നന്നായിട്ടുണ്ടോ പുറത്തട് കൊണ്ട് വെച്ചാൽ കുറേ ചെടികൾ ഇത് ഞങ്ങൾ ആദ്യത്തെ ഗേറ്റ് ആയിരുന്നു ഇതിൽ കൂടെയാണ് വണ്ടി വരുന്നത് പിന്നെ ഞങ്ങൾ ഗേറ്റ് അപ്പുറത്തേക്ക് മാറ്റി വലിയ ഗേറ്റാക്കി മോൻ്റെ വണ്ടി വന്നപ്പോൾ ആ ഗേറ്റ് വലുതാക്കി അപ്പോൾ ഇതിൻ്റെ അത് അപ്പുറത്താണ് വെച്ച് ഇതിൽ നടന്ന് വരികയുള്ളൂ ആൾക്കാർ അങ്ങനെ ഒന്നും കൂടി കാണിച്ചു തരുന്നതാ ഇതെല്ലാം ആ ക്ലീനിങ്ങിൽ പെട്ടതാട്ടോ ചെരുപ്പെല്ലാം തേച്ച് കഴുകി ഇതൊക്കെ പെട്ടതാ ഞായറാഴ്ചത്തെ ക്ലീനിങ്ങാ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യലുണ്ടോ അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത ക്ലീനിങ്ങും എൻ്റെ ചെടികൾക്ക് ചെയ്ത് കൊടുത്ത മാറ്റങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ